സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോത്തിയോസിന് എഴുതിയതായ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കുകയാണ്. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആജ്ഞയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസംഗത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഏതു ദൈവദാസൻ പ്രസംഗിച്ചാലും ഏതു വചനഭാഗത്തിൽ നിന്ന് പ്രസംഗിച്ചാലും ആ വചനത്തിലുള്ളതായ സാരാംശം 3 വാക്കുകളിൽ പൗലോസ് വെളിപ്പെടുത്തി. ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജമായ വിശ്വാസം. ശുദ്ധമായ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജമായ വിശ്വാസം, ഇവ ഒരുമിച്ചുണ്ടായിരിക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നതായ സ്നേഹം ഒരു വ്യക്തിയുടെ ഹൃദയം ദുഷിച്ചത് ആകുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആർക്ക് മനസ്സിലാക്കാൻ കഴിയും? മനുഷ്യന്റെ ഹൃദയം ദോഷം നിറഞ്ഞതാണ്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. നമ്മുടെ ഹൃദയം നമ്മെ ദോഷത്തിലേക്ക് നയിക്കും. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമുക്ക് അറിയില്ല. നമ്മുടെ ഹൃദയം എപ്പോഴും പറയും, നീ വളരെ നല്ലവനാണ്, മറ്റുള്ള ആളുകൾ വളരെ മോശമാണ്. വേണമെങ്കിൽ ഇങ്ങനെയും പറയും, നീ അവരെക്കാൾ അല്പം ബെറ്റർ ആണ്. അവർ ഒരുപാട് മോശം ആളുകളാണ്, നീ എന്നാൽ അല്പം മാത്രം മോശപ്പെട്ട ആളാണ്. അതല്ലാതെ യഥാർത്ഥ സ്ഥിതി പറയുകയില്ല. അതുകൊണ്ടാണ് ഓരോ വ്യക്തികളും തന്നെത്താൻ പ്രതിരോധിക്കാനിടയാകും, തന്നെ തന്നെ വലുതാക്കി കാണിക്കും, തന്നെക്കുറിച്ച് പുകഴ്ത്തുവാനിടയാകും. എന്നാൽ ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുന്ന സമയം അവന്റെ അവസ്ഥയെ മനസ്സിലാക്കുവാനിടയാകും. ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന്റെ വചനം കേൾക്കുന്ന സമയത്ത് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. നിന്റെ വചനം അന്ധകാരത്തിൽ വെളിച്ചമാകുന്നു. ഇരുട്ടിൽ കിടക്കുന്നവർ ഇതെന്താണ് അതെന്താണ് എന്നൊക്കെ ചോദിക്കുവാനിടയാകും. എന്നാൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് അതെന്താണെന്ന് ചോദിക്കുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നീ എന്താ അന്ധനാണോ എന്ന് മറ്റുള്ളവർ ചോദിക്കും. ശരിയല്ലേ? അതാണ്, വെളിച്ചമുള്ള വ്യക്തിക്ക് സകലതും അറിയാൻ കഴിയും. ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം നമ്മിലേക്ക് വരുന്ന സമയത്ത് നീ ആരാണ്, ഞാൻ ആരാണ്, ഏതാണ് തെറ്റ്, ഏതാണ് പാപം, ആരാണ് ദൈവം, ആരാണ് ദൈവമല്ലാത്തവൻ, എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷ പ്രാപിക്കുക എന്നാൽ തൻ്റെ അവസ്ഥയെ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. തൻ്റെ തെറ്റിനെ മനസ്സിലാക്കുന്നതാണ്, ആ തെറ്റിനു വേണ്ടി പശ്ചാത്താപിക്കുന്നതാണ് രക്ഷയുടെ ഉദ്ദേശം. ഇതൊരു ചടങ്ങല്ല, ഇതൊരു വ്രതം അല്ല, ഇതൊരു ആചാരമല്ല, ഇത് കുറച്ച് രീതികൾ അനുസരിക്കുന്നതല്ല. കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷിക്കപ്പെടുവാൻ യജമാനന്മാരെ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ ശീലോസും പത്രോസും എന്താണ് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടാനിടയാകും. ഇപ്പോൾ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷമായി ആത്മീയമായി എങ്ങനെ വളരണം? നീ കർത്താവിനെ വിശ്വസിച്ച ശേഷം നിനക്ക് എപ്പോൾ എന്തു വേണമെന്ന് ആ ദൈവത്തിന് അറിയാം. വീണുപോകാൻ തുടങ്ങുമ്പോൾ കൈപിടിക്കാനിടയാകും, തെന്നി വീഴുവാനിടയാകുമ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാനിടയാകും. ഒരു ദോഷം സംഭവിക്കാൻ തുടങ്ങിയാൽ അവനെന്റെ ഇടയനാണ്, എനിക്കൊരു ദോഷവും സംഭവിക്കില്ല. ഇതെല്ലാം എങ്ങനെ മനസ്സിലാക്കും? വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കും. വചനം വായിക്കണം. പുതുതായി രക്ഷിക്കപ്പെട്ടതായ ആളുകൾ പ്രസംഗിക്കുന്നതല്ല, അനേക ദേശങ്ങളിലേക്ക് പോകുന്നത് അല്ല, മറിച്ച് വചനം വായിക്കേണ്ടതാകുന്നു. ബൈബിൾ വായിക്കുവാൻ ശീലിക്കണം. പുതുതായി രക്ഷിക്കപ്പെട്ട ആളുകൾ വീടാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കണം. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കണം. വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് നാം ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവത്തോട് ബന്ധമുള്ളതായ ഒരു വ്യക്തിയെ പിശാചിന് തൊടുവാൻ കഴിയില്ല. നാം വിശ്വാസത്തിൽ വളരണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ളവരായിരിക്കണം.
അവൻ്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുവാനിടയാകും. ഹൃദയത്തിൽ ശുദ്ധീകരണമില്ലാതെ ഭക്തിയും ആചാരവും കാണിച്ചാൽ നമുക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധിയും ഹൃദയത്തിലുള്ളതായ മാലിന്യങ്ങളും ഹൃദയത്തിലുള്ളതായ ദോഷങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് ഏറ്റു പറയുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെടും. നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്ന സമയത്ത് അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കുന്നതായ ദൈവമാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട വ്യക്തി വീണു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, ഭക്തിയിൽ വളരണമെങ്കിൽ, പ്രാർത്ഥന എന്നുള്ളതായ വ്യായാമം, വചനമെന്ന ആഹാരവും ദൈവീയ മക്കളുമായുള്ള കൂട്ടായ്മയും നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ഏറ്റവും പ്രധാനമായി നല്ല മനസ്സാക്ഷി ഉള്ള വ്യക്തികളായി ഇരിക്കണം. എത്ര വ്യക്തികൾക്ക് മനസ്സാക്ഷിയുണ്ട്? കൈ ഉയർത്താമോ? ഞാൻ നോക്കട്ടെ. ബാക്കിയുള്ളവർക്കില്ലേ? മനസ്സാക്ഷിയില്ലേ? എവിടെയാകുന്നു മനസ്സാക്ഷി? എവിടെയുണ്ടെന്ന് അറിയില്ല. എന്നാൽ നമ്മുടെ മനസ്സാക്ഷി നമ്മോട് സംസാരിക്കും. ഏയ്, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. എത്ര പ്രാവശ്യം പറയും? കുറച്ച് സമയമേ പറയത്തുള്ളൂ, കുറച്ച് നാളെ പറയുകയുള്ളൂ. നിന്റെ മനസ്സാക്ഷിയുടെ വാക്കിന് നീ കീഴടങ്ങുന്നില്ലെങ്കിൽ മനസ്സാക്ഷി മരവിച്ചു പോകുന്നു. നിന്റെ മനസ്സാക്ഷി ചത്തുപോകും. പിന്നെ എന്തെല്ലാം തെറ്റ് ചെയ്താലും, ചില ആളുകളെ കണ്ടിട്ടില്ല, എന്തെല്ലാം തെറ്റ് ചെയ്താലും അവർക്കൊന്നും തന്നെ തോന്നുകയില്ല. കാരണം അവരുടെ മനസ്സാക്ഷി മരവിച്ചു പോയിരിക്കുന്നു. നിനക്ക് നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ, നീ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന സമയത്ത് മരിച്ചുപോയതായ മനസ്സാക്ഷി ജീവിക്കുവാനിടയാകും. പാപത്താലും അകൃത്യത്താലും മരിച്ചവരായിരുന്ന നമ്മെ യേശുക്രിസ്തു ജീവിപ്പിച്ചു. മാനസാന്തരപ്പെട്ടതിന് ശേഷം നമ്മുടെ മനസ്സാക്ഷി വളരെ നിർമ്മലമായിരിക്കും. സ്നാനപ്പെട്ടതിന് ശേഷം നീ ജീവിക്കുമ്പോൾ നിന്റെ മനസ്സാക്ഷി വളരെ നിർമ്മലമായിരിക്കും. ചെറിയ തെറ്റ് ചെയ്താൽ പോലും മനസ്സാക്ഷി നിന്നെ ഉപദേശിക്കും. ഒരു ദേവദാസിന്റെ അടുക്കലേക്ക് ഒരു സ്ത്രീ ഓടി വന്ന്, ദേവദാസ, പാപം ചെയ്തു പോയി, ദേവദാസ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് നിലവിളിക്കുകയാണ്. പാപം ചെയ്തു പോയെന്ന് നിലവിളിക്കുകയാണ്. കുഴപ്പമില്ല മകളെ, സാരമില്ല, സാരമില്ല, കരയേണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ അയ്യോ എന്ന് നിലവിളിക്കുകയാണ്. എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ കഴുത എന്ന് വിളിച്ചു എന്ന്. അപ്പോൾ ദേവദാസൻ ചോദിച്ചു, അതിനെന്താണ് സങ്കടപ്പെടുന്നത്? സ്വന്തം മകനെയല്ലേ വിളിച്ചത് എന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, ദേവദാസൻ എന്താണ് അങ്ങനെ പറയുന്നത്? മക്കളെ, യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെയെന്നല്ലേ ദൈവവചനം പറയുന്നത്? ദൈവം തന്ന മകനെയാണല്ലോ ഞാൻ കഴുത എന്ന് വിളിച്ചത്. ഞാനതുകൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന് പറഞ്ഞ് കരയുന്നു. അത്ര നിർമ്മലമായതാണ് മനസ്സാക്ഷി. മനസ്സാക്ഷിയുടെ ഉപദേശത്തിന് നീ കീഴ്പ്പെടണം. എപ്പോഴാണോ മനസ്സാക്ഷി അരുത് എന്ന് പറയുന്ന സമയം നീ അനുസരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തെറ്റിലാക്കപ്പെടുവാൻ ഇടയാവില്ല. വീണുപോയി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ? വീണുപോകുന്നതിന് മുൻപ് കർത്താവ് നിനക്ക് മുന്നറിയിപ്പ് നൽകും. നിന്റെ മനസ്സാക്ഷി നിനക്ക് ഉപദേശം നൽകും. നീ ആ വഴിയിലേക്ക് പോകാൻ പാടില്ല, അത് നിനക്ക് അപകടകരമാണ്, നീ അവിടെ പോകാൻ പാടില്ല, അത് തെറ്റാണ്, നീ അങ്ങനെ ചെയ്യുവാൻ പാടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ മനസ്സാക്ഷി നിങ്ങൾക്ക് ഉപദേശം നൽകും. അത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ പാപത്തിൽ അകപ്പെടുകയേ ഇല്ല. നിന്റെ മനസ്സാക്ഷി നീ കാത്തു സൂക്ഷിക്കുക. ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇത് ചെയ്തു തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്ന നല്ല വിശ്വാസം. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പക്ഷപാതം വന്നിരിക്കുന്നു, ഈ പക്ഷപാതം കുറയുകയാണെങ്കിൽ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയാകും. ആദ്യം ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വസിച്ച് നിങ്ങൾ സ്നാനപ്പെടുക, അപ്പോൾ തീർച്ചയായും കർത്താവ് സൗഖ്യം നൽകാനിടയാകും. അതല്ലാതെ സൗഖ്യപ്പെടുത്തിയാൽ മാത്രമേ ഞാൻ സ്നാനപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിൽ വരികയില്ല എന്ന് പറയുന്നതല്ല വിശ്വാസം. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ കുലുങ്ങിപ്പോകില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവൻ ദുഃഖിക്കുകയില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അവന്റെ കരത്തിൽ നീ ആയിരിക്കുമ്പോൾ നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോടൊപ്പം നടക്കുന്ന സമയത്ത്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയായി കാക്കുന്ന സമയത്ത്, നമ്മുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാദൃശ്യം കാണാനിടയാകും. അവന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കവിഞ്ഞൊഴുകാനിടയാകും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ ആകുവാനും കഴിയും. നമ്മുടെ കുടുംബത്തിൽ കലഹവും അതുപോലെ തർക്കങ്ങളും ബഹളവും പിറുപിറുപ്പും അനുസരണക്കേടും പ്രശ്നങ്ങളും അടിയും വഴക്കും കോടതിയും ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർ തമ്മിൽ സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ കലഹം കാണില്ല. എന്താണ്? നിന്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ അടിപിടി ഉണ്ടാകില്ല,
ബഹളമുണ്ടാകില്ല, പരസ്പരം ക്ഷമിക്കും, പരസ്പരം സഹിക്കും, മറ്റുള്ളവരോട് ദയ കാണിക്കും, നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കാനിടയാകും. അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. യഥാർത്ഥമായ വിശ്വാസി ക്രിസ്തുവിന്റെ സ്നേഹത്തെ കാണിക്കാനിടയാകും. അതുകൊണ്ട് അവൻ കലഹിക്കുകയില്ല. അവനോട് കലഹിക്കാൻ വരുന്നവരോടും അവൻ സമാധാനത്തോടെ ആയിരിക്കും. അവനെ സ്നേഹിക്കുവാൻ കഴിയും. അതാണ് യഥാർത്ഥമായ ക്രിസ്തീയ ഭക്തിയുടെ അനുഭവം. ഈ ദിവസം അങ്ങനെയുള്ള ഉന്നതമായ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ മക്കളായ നാം കയറണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ! എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി കർത്താവേ, ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ദർശിക്കണമേ. അവരുടെ മനസ്സ് തുറന്ന് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന എല്ലാ ചോദ്യങ്ങളും നിന്റെ സന്നിധിയിലേക്ക് വച്ചിരിക്കുകയാണ്. സാധ്യമാകുന്നതുവരെയും നിന്റെ വചനത്തിൽ കൂടി ഞങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകണമേ. ഞങ്ങളുടെ മനസ്സിന് സ്വസ്ഥത നൽകണമേ. ഏറ്റവും പ്രധാനപ്പെട്ടതായ ശുദ്ധമായ ഹൃദയത്തെയും നല്ല മനസ്സാക്ഷിയും ഞങ്ങൾക്ക് നീ നൽകണമേ. വിശ്വാസത്തോടെ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുന്നതിനായി, നിന്റെ സ്നേഹത്തോടെ ജീവിക്കുന്നതിനായി സഹായിക്കണമേ. മക്കൾ ഇല്ലാത്തതിനാൽ ഒരുപാട് ഭാര്യാഭർത്താക്കന്മാർ, ഒരുപാട് കുടുംബങ്ങൾ ദുഃഖത്തോടെ ആയിരിക്കുന്നു. മക്കളെ യഹോവ നൽകുന്ന അവകാശം ഉദരഫലം അവന്റെ പ്രതിഫലമാകുന്നുവെന്ന് വചനം പറയുന്നുവല്ലോ. തന്റെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ട് സാക്ഷ്യം പറയുവാൻ നിന്റെ അനുഗ്രഹം അവരുടെ മേൽ അയക്കുമാറാകണമേ. മക്കളുടെ വിവാഹ കാര്യത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് നിന്റെ ഹിതപ്രകാരം യോഗ്യമായ വിവാഹ ബന്ധങ്ങൾ കൊണ്ടുവന്ന് നീ സഹായിക്കുമാറാകണമേ. വളരെ ഞെരുക്കത്തിൽ ആയിരിക്കുന്നതായ അനേകർ ഇവിടെ കരങ്ങൾ ഉയർത്താനിടയായി. അവർക്ക് കടഭാരത്താൽ വ്യസനിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസം നീ നൽകണമേ. ഞങ്ങളുടെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കണമേ. എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്നാൽ ഞങ്ങളുടെ കൈവശമുള്ള അല്പം ഞങ്ങളുടെ കഷ്ടത തീർക്കുന്നതിനായി അന്ന് വിധവയുടെ കയ്യിലുണ്ടായിരുന്ന അല്പം എണ്ണയെ നീ വർദ്ധിപ്പിച്ച് കൊടുത്തതുപോലെ ആ കാലത്ത് വിധവയുടെ തൊട്ടിലെ മാവ് കുറഞ്ഞു പോകാതെ, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ ക്ഷാമകാലം മുഴുവൻ അവരെ പോഷിപ്പിച്ചതുപോലെ നിന്റെ അനുഗ്രഹവും നന്മയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ അയക്കണമേ. ഞങ്ങളുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. യൗവനക്കാർ ജോലിയില്ലാത്തവരുണ്ട്, അവർക്ക് നല്ല ജോലികൾ നീ കൊടുക്കണമേ. പരീക്ഷ എഴുതിയവർക്ക് നല്ല ഫലം നീ കൊടുക്കണമേ. വാർദ്ധക്യത്തിലുള്ള അനേകം ആളുകളുണ്ട്, അവർക്ക് നീ നല്ല ആരോഗ്യം കൊടുക്കണമേ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പിശാചിന് ഇടം കൊടുക്കാതെ ഐക്യത കൊടുക്കണമേ. ഓരോ വ്യക്തികളും നിന്റെ സാക്ഷിയായി ജീവിക്കുന്നതിനായി മാനസാന്തരപ്പെട്ട് ഭയത്തോടെ ഭക്തിയോടെ രക്ഷയെ മുൻപോട്ട് കൊണ്ടുപോകുവാനും ഇനി മാനസാന്തരപ്പെടാത്തവർ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടിട്ട് ഈ സമയം തന്നെ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവർ പശ്ചാത്താപത്തോടുകൂടി കർത്താവിന്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും കൂടി ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.